അപ്പം നമ്മുടെ അടുത്ത ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാണ്. നോക്കിയ നമ്മൾ മുമ്പ് കാണിച്ച വീഡിയോയിലുള്ള നോക്കിയ ഇത് ഏതാ മോഡൽ എന്ന് പറഞ്ഞുതരാം. ഇതഴിച്ചിട്ടുള്ള പരിപാടിയാണ് ഇന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത്. ഈ ഫോണിൻ്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ടാണ് ഈ ഫോൺ ഇങ്ങനെ ഒടിച്ചു മടക്കി എടുക്കുന്നത്. പണ്ട് ഉപയോഗിച്ച ഫോണ് അത് വർക്കും ചെയ്യുന്നില്ല, ഒന്നുമില്ല, വെറുതെ ആവശ്യമില്ലാതെ കൈ മുറിഞ്ഞെന്ന് തോന്നുന്നു. ഈ നോക്കിയതിൻ്റെ പ്രശ്നം അതാണ്. ചുമ്മാ സാധാരണ ചൈന ഫോൺ പോലെയല്ല, ഈ സാധനം ഊരിയെടുക്കണമെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് മെനക്കേടാ. പിന്നെ അതിൻ്റെ സേഫ്റ്റി ലോക്കും കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ഉണ്ട്. എന്തിനിത്ര മാത്രം ലോക്കിങ്ങിൽ ഇത്ര സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകത്തത്. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ സ്പീക്കർ വരുന്നത്. ഇതിൻ്റെ സ്പീക്കർ ഇതെന്താണോ, ഇതാണ് ഹെഡ്ഫോൺ ജാക്ക്. കണ്ടാൽ പറയോ? ഇവിടെയാണ്. ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് മെമ്മറി കാർഡ് രണ്ട് സിമ്മ്, മെമ്മറി കാർഡ് 2 സിമ്മ്, പിന്നെ വേറൊന്നുമില്ല. പിന്നെ LED എന്തോ കണ്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. LED അതാ ഇവിടെ LED ഉണ്ട്. ഇത് ലൈറ്റാണ്, LED ചെറിയ ലൈറ്റാണ്. നേരത്തെ പറഞ്ഞ അതേ ലൈറ്റിൻ്റെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേപോലത്തെ ലൈറ്റിൻ്റെ തന്നെ അത്ര തന്നെ പ്രകാശമുള്ളൂ. ഇതിനും ലൈറ്റ് ചെറുതാന്ന് വെച്ചിട്ട് വ്യത്യാസമൊന്നുമില്ല, എല്ലാം കണക്റ്റാ. ഇതാണ് ക്യാമറ. കുഞ്ഞ് ക്യാമറ ഉണ്ടോ, ചെറിയ ക്യാമറ. എന്ത് കുഞ്ഞ് ക്യാമറ നോക്കിയാ. നല്ല ഫോണായിരുന്നു. എങ്ങനെയാണോ നാശമായിപ്പോയത് സാധനം. ബാക്കിയൊക്കെ ഒരേപോലെ തന്നെ. ഇതിന് ടെമ്പേർഡ് ഗ്ലാസ് പോലത്തെ ഒരു സെറ്റ്. അല്ലല്ല, അത് ഡിസ്പ്ലേനെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനം അത്. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ ഇതിൽ, കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടെ ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടെ സേഫ്റ്റി ഇത്തിരി കൂടുതൽ ഈ ഫോണിനാണ്. അതായത് പെട്ടെന്ന് നാശമായി പോവാത്ത രീതിയിലുള്ള കവറിങ്ങും കോട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടിത് പകുതിയും ഗോൾഡ് വെച്ചിട്ട് മറ്റേ സ്വർണം പൂശിയിരിക്കുന്നത് ഈ സൈഡൊക്കെ. ഇത് പെട്ടെന്നും എന്താ പറയുക, നാശമായി പോവില്ല, ക്ലാവ് പിടിച്ചു പോവില്ല. ഇതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ ചെയ്യുന്ന ബോർഡ്, മദർ ബോർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിവിടെ ഇത് തുറന്നു കിടക്കുകയാണല്ലോ. ഇത് ഈ സാധനം ഇതാണ് IC. ഇത് തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇതും തുറന്നു. ഇത് രണ്ടും എനിക്ക് തോന്നുന്നു. ഇത് ഒന്ന് ഒന്ന് ഫോൺ മെമ്മറിയും ഒന്ന് ഇതുവാന്ന് തോന്നുന്നു. ഇതിൻ്റെ IC ആണെന്ന് തോന്നുന്നു. എന്തേലും ആവട്ടെ. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത ഫോൺ തല്ലിപ്പൊളിക്കുന്ന വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.